ഇച്ചിരി കുരുമുളക് പൊടി കൂടാ. അത് തന്നെ. ദാ ഇത്രേ. ആഹാ, കലക്കില്ല. നോക്കട്ടെ നോക്കട്ടെ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടക്കത്തിൽ തന്നെ കേട്ടില്ലേ, അത് മനസ്സിനക്കര സിനിമയിലെ ഡയലോഗാണ്, ബീഫ് വരട്ടിയെടുക്കണേൻ്റെ. അപ്പം നമ്മളിവിടെ നമ്മുടെ രീതിയിൽ നല്ല അസല് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വരട്ടിയെടുത്ത ബീഫിൻ്റെ റെസിപ്പിയാണ് ഇട്ടിരിക്കുന്നത്. അതിനുവേണ്ടി ബീഫ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് നന്നായിട്ട് കഴുകി വെള്ളം തോരാൻ വെക്കുക. അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കുക. 1 കിലോ ബീഫിൻ്റെ അളവാണ് കേട്ടോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 1 കിലോ ബീഫിലേക്ക് 2 മീഡിയം സവാളയും അതുപോലെ തന്നെ 3 മീഡിയം തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്നിച്ച് ഈ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കാണാണ്ടാവുമ്പോൾ സംശയം വേണ്ട, അതില്ലാണ്ട് ബീഫ് വരട്ടിയതെന്ന്, അതൊക്കെ വഴിയേ വരും കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഈ ബീഫ് വേവിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്തും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികളായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ്. ബാക്കി പൊടികളൊക്കെ നമുക്ക് വഴിയേ ഇടാം കേട്ടോ. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആ പൊടികളും സവാളയും തക്കാളിയും ബീഫും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിനകത്ത് ഒരു തരി പോലും വെള്ളം ചേർത്ത് കൊടുക്കണില്ല. ബീഫ് വേവുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് ഈ ഒരു സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഏകദേശം ഒരു 2 വിസിലുകൊണ്ടൊക്കെ ഇതിൽ വെന്ത് കിട്ടും. പല കുക്കറിൽ പല അളവല്ലേ. അപ്പോൾ ഇതാ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം ചേർത്ത് കൊടുക്കണ്ട എന്നുള്ളത്. ബീഫ് വെന്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവ് നോക്കാം. ഭയങ്കരമായിട്ട് വെന്ത് പോകരുത്, പാകത്തിനുള്ള വേവായിട്ട് എടുക്കണം. കാരണം ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വരട്ടുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. ഇതിപ്പോൾ പാകത്തിന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇത് വരട്ടാനുള്ള പാത്രം വെച്ച് കൊടുക്കാം. ഞാനിവിടെ മൺകലാണ് എടുത്തിരിക്കുന്നത്. മറ്റ് പാത്രങ്ങളിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്നും കൂടെ ടേസ്റ്റ് കൂടും മൺകലത്തിൽ നമ്മൾ ഏതൊരു ഫുഡ് ഉണ്ടാക്കുമ്പോഴും. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. കലം ചൂടായി വന്ന സമയത്ത് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാണ്ടിരിക്കുക, അതിനേക്കാളൊക്കെ ഒന്നും കൂടെ ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. പിന്നെ ഇതിനകത്തേക്ക് ഈ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് നന്നായിട്ട് ചതച്ചെടുത്തതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ബ്രൗൺ കളറാവണം, ഈ ഒരു കളറാവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫില്ലേ, അത് ആ വെള്ളത്തോടു കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ആ ബീഫിൻ്റെ വെള്ളത്തിൽ തന്നെ കെടുത്തിയിട്ടാണ് ഇത് നമ്മൾ വരട്ടിയെടുക്കുന്നത്. നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. കറി മസാലപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്, പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്, കുറച്ചധികം തന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി പൊടികളെല്ലാം കൂടെ ഇതിനകത്തേക്ക് തട്ടിക്കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. വിറകടുപ്പിലാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ഒന്ന് നോക്കി വെക്കാം. ഇതിലിപ്പോൾ ഉപ്പ് കറക്റ്റ് ആയിരുന്നു, കാരണം നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുള്ള ഉപ്പ് പാകത്തിനായിരുന്നു. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. തിളച്ച് വരുന്നതിനനുസരിച്ച് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടച്ചു വെച്ചിട്ടാണ് ഇത് വരട്ടിയെടുക്കേണ്ടത്. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഭയങ്കര ഗ്രേവിയോടുകൂടി, അതായത് നിങ്ങൾക്ക് ഏത് ഗ്രേവിയിലാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ലാസ്റ്റ് പരിവായപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഒന്നും കൂടെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പരിവായപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ കലത്തിൻ്റെ ചൂടുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് വലിയും. മറ്റേ ബ്ലാക്ക് കളറിൽ കിട്ടൂലേ ബീഫ്, അതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വരട്ടിയെടുത്താൽ മതി. ഈ രീതിയിൽ ബീഫ് വരട്ടിയത് ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.